Hello folks, good morning. Welcome to CSC with Michael. October 27th ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് ന്യൂസിലുള്ളതെന്ന് നോക്കാം. ഇന്ന് എനിക്ക് വായിച്ചിടത്തോളം മനസ്സിലായത് ഇച്ചിരി ലൈറ്റായിട്ടുള്ള ന്യൂസ് പേപ്പറാണ്. വളരെ കുറച്ച് ന്യൂസേ ഉള്ളൂ. സോ ഐ തിങ്ക് നമുക്ക് കുറച്ച് പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റും. എന്നിട്ട് വേറെ കുറച്ച് ആക്ടിവിറ്റികൾക്ക് നമുക്ക് സമയം കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ ദാറ്റ്. ഫസ്റ്റ് പേജിൽ ഒന്നും തന്നെ ഇല്ല. ദ തിങ് ഈസ് ലൈക്ക് കാര്യമായിട്ടൊന്നും ഫസ്റ്റ് പേജിലില്ല. ഓൾ ആർ ലൈക്ക് റുട്ടീൻ ന്യൂസസ്. ഒരു കാര്യമുള്ളത് NPR എന്താണ്. ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ഓൾ ദ കോൺട്രവേഴ്സി ആൻഡ് തിങ്, ലുക്ക് ഇൻ ടു വാട്ട് NPR ഈസ്. വാട്ട് ഈസ് NPR vs NRC എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ലുക്ക് ഇൻ ടു ദാറ്റ്. അതല്ലാതെ ഫ്രണ്ട് പേജ് ഈസ് കൈൻഡ് ഓഫ് എംപ്റ്റി. Just being at state page, we have one news here about Darjeeling. So see where Darjeeling is if you are not sure. Darjeeling എവിടെയാണ് നോക്കുക. And this specialty is there is a separatism, regional movement in Darjeeling calling for statehood. ഡാർജിലിംഗിൽ രണ്ട് എത്നിക് ഗ്രൂപ്പ്സ് ആണുള്ളത്. ബംഗാളീസും ഉണ്ട്, ഗോർഖാസും ഉണ്ട്. സോ ദേ ആർ ക്ലെയിമിങ് ഗോർഖ ലാൻഡ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. ഇതാണ് സൊസൈറ്റിയിലകത്ത് റീജിയണലിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതിൻ്റെ അടിയിൽ വരുന്ന ഹെഡിങ്ങാണ്. സോ അത് നോക്കുക, ഡാർജിലിങ്ങിനെ കുറിച്ച് പഠിക്കുക. ദെൻ എഡിറ്റോറിയൽ പേജ് ഈസ് ലാർജ്ലി ഇറിലവൻറ്റ് ടുഡേ. ഫോർ എക്സാമ്പിൾ കൂ ഇൻ സുഡാൻ നമുക്ക് ആവശ്യമില്ല. വാക്സിനേഷൻ മൈൽ സ്റ്റോൺ ആൻഡ് ഡിസ്റ്റൻറ്റ് ഗോൾ. ഒബ്വിയസ്ലി ദിസ് ഇസ് എ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ, സോ വി ആർ നോട്ട് ഗോണ ഹീഡ് മച്ച് വാല്യൂ ഫോർ ദാറ്റ്. റീവാലുവേറ്റിംഗ് നിയോ ബുദ്ധിസ്റ്റ് മൂവ്മെൻറ്റ്. യു ക്യാൻ ജസ്റ്റ് റീഡ് ദാറ്റ്, വാട്ട് ഈസ് ഹാപ്പനിങ് വിത്ത് റെസ്പെക്ട് ടു ബുദ്ധിസ്റ്റ് മൂവ്മെൻറ്റ്. പക്ഷേ ഞാനതൊരു UPSC സ്പെസിഫിക് ആർട്ടിക്കിളായിട്ട് കാണുന്നില്ല. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. ഇത് ടു സ്പെസിഫിക് ആണ്. ഓക്കെ, ഞാൻ പറയുന്നത് യു സി വേർ സുഡാൻ ഈസ്, ലൊക്കേഷൻ മാപ്പ് ഓഫ് സുഡാൻ, സി വേർ ദാറ്റ് ഈസ്. അതുപോലെ സർട്ടൺ ഐഡിയാസ് ലൈക്ക് ഹോൺ ഓഫ് ആഫ്രിക്ക, സി വേർ ദാറ്റ് ഈസ്. ഹോൺ ഓഫ് ആഫ്രിക്ക എവിടെയാണെന്ന് നോക്കുക. വേറെ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. സോ അതാണ് അതിൻ്റെ സംഭവം. വലിയ നമുക്കൊരു എല്ലാ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കത്തില്ല. സോ സുഡാൻ നോക്കുക, ഇത്രയും കാര്യങ്ങൾ മതി. സേഫ്റ്റി ഫസ്റ്റ്, അഗെയിൻ ഡാം മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ളൊരു ആർട്ടിക്കിളാണ്. പക്ഷേ ഈ ഒരു ആർട്ടിക്കിൾ ഈസ് ടു റീജിയണൽ, പെറോക്കിയലായിട്ടുള്ളൊരു ആർട്ടിക്കിളാണ്, ടു സ്പെസിഫിക് ടു ദാറ്റ് ഇൻസിഡൻറ്റ്. സോ വിൽ വെയിറ്റ് ഫോർ സം അതർ ഈ ഒരു ന്യൂസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ചും കൂടെ ഒരു നാഷണൽ ലെവലിലുള്ള ജേർണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വരാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. That will be coming in the next days. So till then, we'll hold it back. Now, why India shouldn't sign on net zero? Okay, again, asking you if you haven't read what is net zero. അതൊന്ന് വായിക്കുക എന്താണ് നെറ്റ് സീറോ എന്ന്. ദെൻ ഈ ഒരു ആർട്ടിക്കിൾ കുറച്ചൊരു നമുക്കൊരു ക്ലിയർ പിക്ചർ തരാൻ ഇച്ചിരി ടഫായിട്ടുള്ള ആർട്ടിക്കിളാണ്. കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നമുക്കൊരു ക്ലാരിറ്റി വരുന്നില്ല. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഈ ഒരു ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ഇന്ത്യ should not sign on net zero. എന്തുകൊണ്ടാണ്? it gives you a clear idea on climate change negotiations. Alright, അപ്പോൾ ഇത് വായിക്കുക. എന്തുകൊണ്ടാണ് ഇന്ത്യ നെറ്റ് സീറോ വേണ്ടാത്തതെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഹിസ്റ്റോറിക്കൽ എമിഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഷെയർ എത്രയാണ്, ഇന്ത്യയുടെ ഷെയർ എത്രയാണ്, ഇന്ത്യ നെറ്റ് സീറോ സൈൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് മേജറായിട്ടുള്ള വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ആൻഡ് മോർ ഓവർ ഡെവലപ്പിംഗ് കൺട്രി vs ഡെവലപ്ഡ് കൺട്രീസ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡിബേറ്റ്. ദി ലാർജസ്റ്റ് ഡിബേറ്റ് അബൌട്ട് ദിസ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൂ ഈസ് റെസ്പോൺസിബിൾ ആൻഡ് ഹൂ ഷുഡ് ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി ഇൻ ഫിക്സിങ് ദ ക്ലൈമറ്റ്. അതിപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ് ആണോ ഡെവലപ്പിംഗ് കൺട്രീസ് ആണോ എന്നുള്ള ഡിബേറ്റാണ് ഇതിന് മൊത്തത്തിലുള്ള അണ്ടർലൈങ് റീസൺ. സോ അത് നോക്കുക. അതുപോലെ CBD, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി, അത് എന്താണെന്ന് നോക്കുക. ഓക്കെ, ഐ ആം ആഡിങ് ലിറ്റിൽ മോർ ബിക്കോസ് ഇന്ന് എന്തായാലും നമുക്ക് കുറച്ച് സമയമുണ്ട് ഇത് വായിക്കാൻ. സോ ലെറ്റ്സ് സീ. കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി, ഇതാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ക്ലെയിം ചെയ്യുന്നത്. ദി ക്ലൈമറ്റ് ചേഞ്ച് നെഗോസിയേഷൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി. സോ അതും കൂടെ ഒന്ന് വായിക്കുക.
ഇത്രയും കാര്യങ്ങൾ വായിച്ചു കഴിയുമ്പോഴത്തേന് നെറ്റ് സീറോയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമുക്കിനിയിപ്പം ഗ്ലാസ്ഗോ വരുന്നതിൻ്റെ സ്ഥിതിക്ക് എവറി ഡേ വീൽ ഹാവ് സം ഓർ ദി അതർ ആർട്ടിക്കിൾ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് നെഗോസിയേഷൻ. സോ ഈ ഒരു വീക്കിൽ കൂടെ നമുക്ക് ആ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള ടോപ്പിക്ക് എൻറ്റയർലി കവർ ചെയ്യാൻ സാധിക്കും. സോ വിൽ ബി ഡൂയിങ് ദാറ്റ്. And then preparing for outbreaks. This is again the same article, clearing the air on water. We will wait for, ഇതിപ്പോൾ കേരളത്തിലെ 2 IAS കാരാണെന്ന് തോന്നുന്നു, അവർ റൈറ്റ് ചെയ്തതാണ്. സോ അഗെയിൻ വിൽ വെയിറ്റ് ഫോർ, അശോക് സാറൊക്കെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ വിൽ വെയിറ്റ് ഫോർ സം അതർ ടൈം, കുറച്ചും കൂടെ ഒരു നാഷണൽ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിൾ വരുമ്പോൾ നമുക്ക് നോക്കാം. ദേ ആർ ആക്ച്വലി ആർട്ടിക്കുലേറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ പൊസിഷൻ ആർട്ടിക്കുലേറ്റ് ചെയ്യുകയാണ്. വിൽ വെയിറ്റ്. പ്രിപ്പയറിംഗ് ഫോർ ഔട്ട് ബ്രേക്സ്. അപ്പം പുതിയൊരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിത്തിങ് റിലേറ്റഡ് ടു ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് വായിക്കുക. ആ സ്കീമിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കിട്ടും, വെരി നെസസറി. അടുത്ത പേജിലും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. സോ നൗ ജസ്റ്റ് റീഡ് ദാറ്റ്. അതുപോലെ IMR. ഓക്കെ, IMR എന്താണ് ഇന്ത്യയിലെ IMRൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നോക്കുക. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, റൈറ്റ്. അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ നമ്മുടെ ഒരു ഹെൽത്ത് സെക്ടറിലെ ഗോൾസ് ആണ്. അപ്പോൾ ആ ഗോൾ എന്താണ്, ടാർഗറ്റ് എന്താണെന്നൊക്കെ ചെക്ക് ചെയ്യുക. ഹൗ മച്ച് വി ഹാവ് അച്ചീവ്ഡ്, ദ ബെസ്റ്റ് സ്റ്റേറ്റ്സ്, ദ വേസ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ്, വാട്ട് ടു ഡു, വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. IMR റാങ്കിങ്സ്, IMR rate in different parts of the country. Then we have nothing here. Moving forward, ഈ ആർട്ടിക്കിൾ വായിക്കണമെന്നില്ല, because it is specifically talking about that one incident of India's election at UN. So that's okay, you can skip that. But this idea you can keep, count on not so big powers. It reflects India's need for building relations with middle powers and small states. ഓക്കെ, നമ്മൾ എപ്പോഴും US-നെയും റഷ്യയും ചൈനയും മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. പക്ഷേ മിഡിൽ പവേഴ്സ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ സ്മോൾ കൺട്രീസ്, നാം ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു ആർട്ടിക്കിളാണ്. സോ യു ക്യാൻ കീപ് ദാറ്റ് ഐഡിയ. പക്ഷേ ഈ ആർട്ടിക്കിളിൽ നിന്ന് കാര്യമായിട്ടൊന്നും കിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ we don't have to waste that much time there. Now what is UAPA? എന്താണെന്ന് നോക്കുക. What is that article? Preventive detention എന്താണെന്ന് നോക്കുക. Preventive detention. Read Lakshmikant. Okay. Article 22, I guess 22 അല്ലേ. ആർട്ടിക്കിൾ 22 ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ പ്രൊവിഷൻസും കൂടെ വായിക്കുക. ബി ക്ലിയർ ഓൺ ദാറ്റ്. നൗ അഗെയിൻ ആയുഷ്മാൻ ഭാരതിൻ്റെ ആണ്. സെൻട്രൽ പ്ലാൻസ് ടു മൊബൈൽ ഹോസ്പിറ്റൽസ്. യു ക്യാൻ സൈറ്റ് ദിസ് ആസ് ലൈക്ക് വാട്ട് എക്സാമ്പിൾ ഓഫ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ to challenges or case study, whatever. Example would be better, not case study. And the സ്കീമിൻ്റെ ഡീറ്റെയിൽസും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്കീം എങ്ങനെ ബെനിഫിഷ്യൽ ആവും, PM ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ. സോ ദാറ്റ് ഈസ് വെരി ഗുഡ് ആർട്ടിക്കിൾ. വായിക്കുക. സ്കീമിൽ പ്രധാനപ്പെട്ട സ്കീം തന്നെയാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് വായിക്കുക. നൗ ഡിസേബിൾ ഫ്രണ്ട്ലി, എയർപോർട്ട് ഡിസേബിൾ ഫ്രണ്ട്ലി ആക്കാൻ എന്താണ് ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് പിക്കിംഗ് ഡിസേബിൾ ഫ്രണ്ട്ലി ഹിയർ. ദിസ് ഈസ് ആ സൊസൈറ്റി ടോപ്പിക്. സോ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ കാര്യമായിട്ട് വായിച്ചില്ലെങ്കിലും ഒന്ന് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഇന്ത്യക്ക് ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ ഉണ്ട്. ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡിസേബിൾ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റെ പല മെഷേഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് ഓഫ് ആൾക്കാർ വൾണറബിൾ പീപ്പിളാണല്ലോ, വിമൻ, ചിൽഡ്രൻ, മൈനോറിറ്റീസ്, ഡിസേബിൾഡ്. സോ അവർക്ക് ഒന്ന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഗവൺമെൻറ് സ്കീംസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്തൊരു ദിവസം ഒരു ഡീറ്റെയിൽഡ് ആർട്ടിക്കിൾ വരുമ്പോൾ നമ്മൾ ഡിസേബിൾ ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് കുറച്ചും കൂടെ സംസാരിക്കാം. ഓക്കെ, ദെൻ വാട്ട് വി ഹാവ് ഇസ് ദാറ്റ് ഇറാൻ ബ്ലെയിം സൈബർ അറ്റാക്ക് ഫോർ ഫ്യൂവൽ സപ്ലൈ അഫക്റ്റഡ്. ഓക്കെ, സോ സൈബർ അറ്റാക്ക് അതിനൊരു എക്സാമ്പിൾ മാത്രമാണ്, അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. സുഡാൻ ഞാൻ എഗെയിൻ പറഞ്ഞായിരുന്നു. സുഡാൻ്റെ ലൊക്കേഷൻ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. മാപ്പ് സ്റ്റഡിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അപെക്സ് ബോഡി ഫോർ സൈബർ സെക്യൂരിറ്റി മിക്സിംഗ്. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കാം. നിങ്ങളുടെ നോട്ട്സിലേക്ക് ആഡ് ചെയ്യാം, അല്ലാതെ അത് വായിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അപെക്സ് ബോഡി മിക്സിംഗ് ആണ്. അപ്പോൾ വേ ഫോർവേഡിനകത്തും വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഇഷ്യൂസിനകത്ത് വേണമെങ്കിലും വരാം. ചിപ്പ് സ്കേഴ്സിറ്റി.
ചിപ്പ് സ്കേഴ്സിറ്റി എന്താണെന്ന് നോക്കുക. സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ബിൽഡ് ചെയ്യാനുള്ളതിനകത്ത് ഗ്ലോബലി സെമി കണ്ടക്ടർ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് സയൻസ് ഇലക്ട്രോണിക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതൊന്ന് മനസ്സിലാക്കിയേക്കുക. എന്താണ് ചിപ്സിൻ്റെ യൂസ്, ഹൗ സെമി കണ്ടക്ടർ ഈസ് റിലേറ്റഡ് വിത്ത് ചിപ്സ്, അത്രയും കാര്യങ്ങളൊന്ന് ഓർക്കുക. ബിക്കോസ് പ്രിലിംസിൽ നമുക്ക് UPSC കൺസെപ്റ്റലായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻ ദാറ്റ് കേസ് വി ഷുഡ് ബി ഏബിൾ ടു ടാക്കിൾ ദാറ്റ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഇന്നുള്ള. സോ ഐ വുഡ് സജസ്റ്റ് ഇന്ന് കാര്യമായിട്ട് നോട്ട് മേക്കിംഗ് ഇല്ല. സോ മേക്ക് നോട്ട് ഫ്രോം വൺ ഓഫ് ദി യെസ്റ്റർഡേയ്സ് ടോപ്പിക്. ഓക്കെ, നെറ്റ് സീറോ എന്നൊരു സംഭവമുണ്ട്. നെറ്റ് സീറോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, ഓൾറെഡി നോക്കിയിട്ടില്ലെങ്കിൽ. ബട്ട് അതർവൈസ് ഇഫ് യു ഹാവ് ഓൾറെഡി മെയ്ഡ് നെറ്റ് സീറോ, എല്ലാ ദിവസവും ഒരു നോട്ട് ഉണ്ടാക്കാൻ മിസ് ചെയ്യേണ്ട. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് നോട്ട്സ് അതിനുള്ളൊരു ടോപ്പിക്സ് ഇല്ലെങ്കിൽ ഇന്നലത്തെ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൽ നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ.